നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞു അല്ലെ? ഇന്ന് ഞാൻ പറയുന്നത് കർക്കിടക വാവുബലിയെ കുറിച്ചാണ്. ഈ വരുന്ന ജൂലൈ മാസം 24-ാം തീയതിയാണ് കർക്കിടക വാവുബലി വരുന്നത്. ബലിയിടാൻ പോകുന്നവരെല്ലാം തന്നെ കൃത്യമായിട്ട് പോയി ബലിയിടുക. അതിന് ചില ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും പാലിച്ചുകൊണ്ട് നമ്മൾ ബലിയിടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ബലിയിടൽ ചടങ്ങ് എല്ലാ രീതിയിലും പൂർണ്ണതയിൽ എത്തിച്ചേരാനും അതിൻ്റെ നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനും സഹായിക്കും. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ബലിയിടുന്ന എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, പാലിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെയും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കർക്കിടക വാവുബലി വരുന്നത് ജൂലൈ മാസം 24-ാം തീയതി, അതായത് കർക്കിടക മാസം 8-ാം തീയതി വ്യാഴാഴ്ചയാണ്. പിതൃക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് എന്ന് പറയുന്നത്. ആ ദിവസം പോയി ബലിയിടുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിതൃദോഷം ഇല്ലാതാക്കാനും അതുപോലെ തന്നെ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാനും ഒക്കെ ഈ ഒരു കറുത്തവാവ് ദിവസം, നമ്മൾ കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസം ബലിയിടുന്നത് വഴി സാധിക്കും. നിങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധികൾ, മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ സന്തതികളുടെ ഐശ്വര്യത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഈ ഒരു കർക്കിടക മാസത്തെ വാവുബലി നമ്മൾ പോയിട്ട് പിതൃക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, കടപ്പുറങ്ങളിലൊക്കെ 100-ഓ 1000-ഓ കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ വന്നിട്ടാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത്. വെറുതെ അല്ല അവർ വർഷാവർഷം ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ അവർക്ക് ഉണ്ടാവുന്നത് കൊണ്ടാണ്. എന്നാൽ ചിലരാവട്ടെ അവർക്ക് ഗുണങ്ങൾ കിട്ടാറില്ല. അതിന്റെ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർക്കിടക വാവുബലി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും പോയി ആ ഒരു ബലിതർപ്പണം ചെയ്യുക എന്നുള്ളതല്ല. അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അനുസരിച്ച്, അതൊക്കെ പാലിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. പിതൃക്കളെ നമുക്ക് പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പിതൃക്കളുടെ ആ ഒരു അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഗുണങ്ങളും അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുകയുള്ളൂ. പിതൃക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസം എന്ന് പറയുന്നത്. അന്ന് രാവിലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് ഈ വരുന്ന ജൂലൈ 24-ാം തീയതി രാവിലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ബലിയിടുക എന്നതാണ്. അപ്പോൾ ബലിയിടുന്നത് ജൂലൈ മാസം 24 വ്യാഴാഴ്ചയാണ്. ആ ഒരു ദിവസത്തിന് മുന്നേ തലേ ദിവസം തന്നെ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തണം. അതെങ്ങനെയാണ്? വാവുബലിയുടെ തലേ ദിവസം, അതായത് ജൂലൈ മാസം 23-ാം തീയതി തന്നെ നമ്മൾ തയ്യാറെടുപ്പ് നടത്തണം. അതിന് പറയുന്ന പേരാണ് ഒരിക്കൽ എന്ന്. നമ്മൾ ഏതൊരു വ്രതം അനുഷ്ഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ അങ്ങനെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഒരിക്കൽ അനുഷ്ഠിക്കാറുണ്ട്. ഏതൊരു കാര്യത്തിനും നമ്മൾ പ്രധാനമായിട്ടും അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ് ഒരിക്കൽ എന്ന് പറയുന്നത്. ഒരിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്രതശുദ്ധി തന്നെയാണ്. ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട്, പാലോ പഴമോ കഴിച്ചുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ കഴിച്ചു കൂട്ടണം. ഇനി പലർക്കും സംശയമുണ്ടാകും. ഞാൻ പല വീഡിയോയിലും ഒരിക്കലിനെ പറ്റി പറയുന്ന സമയത്ത് പലരും ചോദിച്ചു കാണുന്നുണ്ട്, ചോറല്ലാതെ മറ്റെന്തെങ്കിലും കഴിക്കാമോ അരിയുടെ എന്ന്. അരിയാഹാരം, അത് എന്ത് തന്നെ ആയാലും അരിയാഹാരം നമ്മൾ ഒരിക്കൽ എടുക്കുന്ന സമയത്ത് ഒരു നേരം മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. അത് അരി കൊണ്ടുണ്ടാക്കുന്ന ഏതൊരു ഭക്ഷണമായാലും ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള സമയങ്ങളിൽ ഗോതമ്പോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ പാലോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ വിശന്നിരുന്നു കൊണ്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യേണ്ടതായിട്ടില്ല. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും നമ്മൾ കൃത്യമായിട്ട് വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുത് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും വഴിപാടുകളൊക്കെ നടത്താൻ സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമാക്കി സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ വാവുബലി ദിവസം ബലിയിടാനായിട്ട്.
പിന്നെ നമ്മൾ വീടുകളിൽ ബലിയിടുന്ന ആൾക്കാരുണ്ടാവും, കടപ്പുറത്ത് പോയിട്ട് ബലിയിടുന്ന ആൾക്കാരുണ്ടാവും. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ബലിയിടുന്നതിന്റെ തലേ ദിവസം മുതൽ മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. നിങ്ങൾ വീട്ടിലാണ് ബലിയിടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ തലേ ദിവസം മുതൽ മത്സ്യമാംസാദികൾ വയ്ക്കാനോ അല്ലെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുവരാനോ ഒന്നും തന്നെ പാടുള്ളതല്ല. നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്, ശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ മത്സ്യമാംസാദികളുടെ കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് പുകവലി, മദ്യപാനം, ലഹരി വസ്തുക്കള് ഇവയൊന്നും തന്നെ ഉപയോഗിക്കാനും പാടില്ലാത്തതാണ്. ഇതെല്ലാം തന്നെ നമ്മൾ ഉപേക്ഷിക്കണം. ആ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ദുർചിന്തകളും വരാനായിട്ട് പാടില്ല. വഴക്ക് പറയാനോ ബഹളം വയ്ക്കാനോ മറ്റുള്ളവരുമായിട്ട് കലഹിക്കാനോ ഒന്നും തന്നെ ഈ ദിവസങ്ങളിൽ പാടുള്ളതല്ല. ഒരു 24 മണിക്കൂറത്തെ കാര്യം മാത്രമാണുള്ളത്. തലേ ദിവസം മുതൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പോയി ബലിയിടുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും പിതൃക്കളെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് നിലത്ത് പാവിരച്ച് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ പൂർണ്ണ വ്രതമെടുത്ത ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ, അതായത് ബലിയിടുന്ന കറുത്തവാവ് ദിവസം രാവിലെ നമ്മൾ പോയി ബലിയിടുക. ഇപ്പൊ ബലിയിടാൻ പോകുമ്പോൾ ആ ബലിയിടാൻ പോകുന്ന സ്ഥലം കൂടി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നല്ല ഒഴുക്ക് ജലത്തിൽ പോയിട്ട് ബലിയിടുന്നതാണ് ഏറ്റവും തൃപ്തികരം എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ കെട്ടിക്കിടക്കുന്ന ജലത്തിൽ പോയിട്ട് ബലിയിടുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. തലേ ദിവസം മുതൽ നമ്മൾ കൃത്യമായിട്ട് വ്രതമൊക്കെ അനുഷ്ഠിച്ച് എല്ലാം ശരിയായ രീതിയിൽ പാലിച്ചു കൊണ്ടുപോയി പിണ്ടമെല്ലാം കൊണ്ട് അഴുക്ക് ചാലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. ഇത് വളരെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ബലിയിടുന്ന സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കടപ്പുറത്തൊക്കെ ബലിയിടാനുള്ള തിരക്ക് വരുന്നതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്, അല്ലെങ്കിൽ കാരണം അത് തന്നെയാണ്. അതായത് നമ്മൾ ബലിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു തിര വന്നടിക്കുന്ന സമയത്ത് അതൊക്കെയും തന്നെ ശുദ്ധമായിട്ട് ആ ഒരു വെള്ളം വീണ്ടും വീണ്ടും ശുദ്ധമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അവിടെ ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നിങ്ങൾ വീടുകളിൽ ഇട്ട് കാക്കയ്ക്ക് സമർപ്പിക്കുന്നതും ഉത്തമം തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ചടങ്ങിന് എന്നതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം നമുക്ക് ലഭിക്കില്ല. നമ്മളിത് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഒന്ന് തന്നെയാണ്. ഇനി ചില ആൾക്കാർ ബലിയിടാൻ പോകുന്നത് ഒരു 10 മണിക്കൊക്കെ ആയിരിക്കും, കാരണം തിരക്കൊക്കെ ഒഴിയട്ടെ എന്ന് കരുതി. എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. രാവിലെ തന്നെ ബലിയിടുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് ഏറ്റവും ഫലം ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വസ്ത്രധാരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ വസ്ത്രങ്ങൾ കഴിവതും ധരിക്കുക. ഇനി അതിന് സാധിക്കാത്തവര് നല്ലവണ്ണം അലക്കി തേച്ച വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഈ പറഞ്ഞതുപോലെ പഴയ വസ്ത്രമാണ് ധരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അലക്കി തേച്ച പഴയ വസ്ത്രമാണ് ധരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലായിട്ട് പുതിയ ഒരു തോർത്തെങ്കിലും ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അതിന്റെ ഐശ്വര്യം എല്ലാ തരത്തിലും ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ പുറത്തു കൂടിയിട്ട് ഒരു പുതിയ തോർത്ത് വാങ്ങി ഉടുത്താൽ മതിയാകും. ഈ തോർത്ത് ഉപയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പിതൃക്കൾക്ക് നമ്മൾ പിണ്ടമൊക്കെ വച്ചതിന് ശേഷം ഒരു വസ്ത്രം സമർപ്പിക്കണം. വസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മളൊരു തയ്ച്ച വസ്ത്രമോ അല്ലെങ്കിൽ ഒരു മുണ്ടോ അല്ല സമർപ്പിക്കുന്നത്, ഒരു നൂല്. ഈ ഒരു നൂല് നമ്മുടെ തോർത്തിൽ നിന്ന് ഊരിയെടുത്തിട്ടാണ് നമ്മൾ അവിടെ വെക്കുന്നത്. മുണ്ടിൽ നിന്നും നൂലൊന്നും നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കില്ലല്ലോ അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തോർത്ത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഒരു നൂല് ഊരി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കർമ്മം നടത്താൻ പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒരു പുതിയ തോർത്ത് വാങ്ങിച്ചുകൊണ്ട് പോകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ബലിതർപ്പണമൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്ന് സദ്യ ഒക്കെ ഉണ്ടാക്കി കഴിക്കും. സദ്യ ഉണ്ടാക്കി കഴിക്കുന്നതിന് മുന്നേ നമ്മൾ പിതൃക്കൾക്ക് സമർപ്പിക്കും. ഇങ്ങനെ നമ്മൾ ഇലയൊക്കെ ഇട്ട് സദ്യയൊക്കെ വിളമ്പി പിതൃക്കൾക്കായിട്ട് സമർപ്പിക്കുന്ന സമയത്ത് ആ ഒരു ഘട്ടത്തിലും പിതൃക്കളുടെ ആ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിതൃപ്രീതി വരുത്തുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിതൃപ്രീതി ഇല്ലാതിരിക്കുന്ന സമയത്താണ് നമ്മുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള അനർത്ഥങ്ങളും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തി ആയിരുന്നാലും പിതൃപ്രീതി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഈ ഒരു കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസം എന്ന് പറയുന്നത്.
അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ബലിതർപ്പണം നടത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.